ജർമ്മനിക്കാരനായ ബുഷ്മാന്റെ ആഗ്രഹം ഒരു മോഡിഫിക്കേഷൻ കമ്പനി തുടങ്ങണമെന്ന്. ജർമ്മനിയിലെ നിയമപ്രകാരം സ്വന്തമായി തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തൻ്റെ സുഹൃത്തായ ബ്രാഗ്മാനെയും കൂട്ടുപിടിച്ച് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും പാർട്ണർഷിപ്പ് കൂടിയിട്ട് 1977 ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനിന്റെ പേരാണ് ബ്രാഗ്മാന്റെ BRAയും ബുഷ്മാന്റെ BUSും കൂടി ചേർന്ന് ബ്രാബസ് എന്ന് പറഞ്ഞ ഒരു മോഡിഫിക്കേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്രാബസിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് നമ്മളെ കൂടെ ഉള്ളവരാണ് ജക്കീർ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളെ ഫ്രണ്ടാണ്. ഞങ്ങളൊരു റൂമിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്ളോഗൊക്കെ കഴിഞ്ഞ് പൊമാലിൽ എത്തിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. പൊമാലിലെ ഫസ്റ്റ് വ്ളോഗ് തന്നെ അല്ലേ, ഫസ്റ്റ് വ്ളോഗ് തന്നെ എന്ന് പറയാം. അപ്പൊ അതിന് നമുക്ക് സ്പെഷ്യൽ ഐറ്റം തന്നെ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി. നമ്മളെന്താ പറയാ നമ്മൾ അത്രയും എല്ലാവരും നമ്മളൊക്കെ മനസ്സിൽ അത്രയും ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് വൺ ഡേ നമ്മൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വണ്ടിന്റെ വീഡിയോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്നു. എന്തായാലും ബ്രാബസിനെ കുറിച്ചിട്ട് എന്റെ അറിവിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയാം. 1977 ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ബ്രാബസ്. ഇതിന്റെ മെയിൻ പ്രത്യേകതകൾ വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ട്യൂണിംഗ് ആണ് ഇതിന്റെ മെയിൻ പ്രത്യേകത വരുന്നത്. അതുപോലെ അവര് മെഴ്സിഡീസിന്റെ ബ്രാൻഡിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവരുടെ ബ്രാൻഡുകൾ മാത്രമാണ് അവർ കൂടുതൽ ട്യൂണിങ്ങും ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബ്രാബസ് നമ്മൾ കണ്ടിട്ടുള്ളത് G-Wagon എഡിഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു G-Wagon എഡിഷൻ ബ്രാബസിനെയാണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇറങ്ങിയ വണ്ടിയും G-Wagon എഡിഷൻ ബ്രാബസ് ആണ് കേട്ടോ. അതുപോലെ എഞ്ചിൻ ട്യൂണിങ് കൂടാതെ കോസ്മെറ്റിക് ചേഞ്ചിങ്ങും അതുപോലെ ഇന്റീരിയലും അതും ഇവരെ വൻ ഹൈലൈറ്റ് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ എന്താ പറയുക, അത്രയും എക്സ്ക്ലൂസീവായിട്ട് ഇത് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് ബ്രാബസിൽ വരുന്നത്. അത്തരത്തിൽ ട്യൂൺ ചെയ്തൊരു വണ്ടിയാണ് ഇന്ന് നമ്മളെ മുമ്പിൽ വെക്കുന്നത്. G63 എന്ന് പറഞ്ഞ മോഡലാണ്. 2011 മോഡലാണ്. എന്താ പറയുക, എന്തായാലും ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കാണാം. ഏകദേശം 1.5 മില്യൺ ദിറംസ് വിലയുള്ള വണ്ടിയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും വില ഈ വണ്ടിൻ്റെ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് പലർക്കും പല റേറ്റ് ആയിട്ട് ഇത് മാറി വരാറുമുണ്ട്. ഏകദേശം ദുബായിലെ G-Wagonന്റെ വില എന്ന് പറയുന്നത് ഒരു 8 ലക്ഷം മുതൽ 10 ലക്ഷം ദിറംസ് വരെയാണ്. അതിനേക്കാളും ബ്രാബസിലേക്ക് മാറുമ്പോൾ ഒരു 10 ലക്ഷം ദിറംസ് ആ റേറ്റിനെക്കാട്ടും G-Wagonനെക്കാട്ടും റേറ്റ് കൂടിയിട്ടാണ് നമ്മളിന്ന് കാണുന്ന G-Wagonന്റെ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ കേട്ടോ, ഒരുപാട് പ്രത്യേകതകൾ. പിന്നെ പറഞ്ഞല്ലോ മെയിൻ ഇവര് ട്യൂണിങ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും A തൊട്ട് Z വരെ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ തന്നെ നമുക്ക് നോക്കുമ്പോൾ നല്ല അതിഗംഭീരമായ 2 ബമ്പറുകൾ തന്നെ നമുക്കിതിൽ ഫസ്റ്റിന് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ 2 ലാമ്പുകൾ ഇതിൽ ക്രമീകരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും വരുന്നത് G-Wagonന്റെ സെയിം ഐറ്റം തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ബ്രാബസിൻ്റെ ഒരു എംബ്ലം തന്നെ ഇതിൽ നല്ല അടിപൊളിയാക്കിയിട്ട് ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതുപോലെ ഗ്രില്ലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് പറയേണ്ടത് ബോണറ്റിന്റെ മേലെ വരുന്ന ഈ കാർബൺ ഫൈബർ സിസ്റ്റം കേട്ടോ. അതെന്താ പറയുക, ബ്രാബസ് വണ്ടിന്റെ G-Wagon കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ താഴെ വരുന്ന ഗ്രില്ലുകളും കാര്യങ്ങളും ഈ താഴത്തതും നല്ല അതിമനോഹരമായിട്ടാണ് ഗ്രില്ലുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വുഡ് സ്പേസിലേക്ക് വരുമ്പോൾ അത് ഫേക്കാണ് വരുന്നത്. ഒരു കാർബൺ ഫൈബർ ഡിസൈനിൽ നോർമലാക്കി ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലെ ഷേപ്പുകളും കാണാം. നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല ഡിസൈൻ ചെയ്ത് ഷേപ്പ് ചെയ്തതാണ്. എന്തായാലും ഇതിൻ്റെ ഡിസൈനുകളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, നമുക്ക് ഒരു ലോങ് സൈറ്റിൽ നിന്നും ഷോർട്ട് സൈറ്റിൽ നിന്നൊക്കെ നല്ല തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട എടുത്തു വരേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള കാർബൺ ഫൈബർ ഡിസൈൻ ചെയ്ത ആ ലൈറ്റ് സിസ്റ്റമാണ്. അതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ ഇന്റീരിയൽ ഡിസൈൻ അതും ഒരു രക്ഷയില്ലാത്ത നല്ല റെഡ് ആൻഡ് ബ്ലാക്കിൽ ക്രമീകരിച്ചൊരു സീറ്റ് ഡിസൈനൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ വീല് മാറിയിട്ടുണ്ട്. വീലിന് ബ്രാബസിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്, കമ്പനി എംബ്ലം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രാബസിൻ്റെ ഒരു വീലിൻ്റെ ഒരു ചെറിയ റേറ്റിംഗ് കമ്പനി വീലിന് വരുന്നത്. പിന്നെ അതുപോലെ
അതുപോലെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ, കാർബൺ ഫൈബർ ടച്ചാണ് വരുന്നത്, പക്ഷെ അത് ഫേക്ക് തന്നെയാണ്. ഇത് ബ്രാബസ് എന്നുള്ള ലോഗോ വരുന്നുണ്ട്, ഫേക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു 2 ലിപ്പുകളും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിവിടെ കാണുന്നുണ്ട് സെല്ലുകളാണ്, പക്ഷെ ഇത് നമുക്കൊരു ഫേക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ നടുവിൽ ഒരു ബ്രാബസിൻ്റെ ഇതും വരുന്നുണ്ട് കേട്ടോ, ബ്രാൻഡ് നെയിമിങ്ങും കൂടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സൈഡ് മിററൊക്കെ ജീവാഗൻ്റെ സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വലിയ ഡിഫറൻറ്റുകളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ നമ്മൾ ഡോർ ലോക്കും വരുന്നതൊക്കെ ജീവാഗൻ്റെ സെയിം ആണ്. സൈഡിൽ നിന്ന് വരുന്ന ഷേപ്പുകളും നോക്കുമ്പോഴും എന്താ പറയുക, ജീവാഗൻ്റെ ഓൾമോസ്റ്റ് സെയിം ഇതാണ് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് സെപ്പറേറ്റ് കസ്റ്റം ചെയ്തിട്ടില്ല. അതുപോലെ എക്സോസ് നോട്ട് വരുന്നത് സൈഡിലാണ് വരുന്നത്, അതും അത്യാവശ്യം നല്ല സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം എൻ്റെ എക്സോസ് നോട്ട്. അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഫ്യൂൽ ടാങ്ക് കാര്യങ്ങൾ, അതിൻ്റെ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു കാർബൺ ഫൈബർ ടച്ച് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഫേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെ തന്നെ ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് എലിമെൻറ്റും കാണാം. ഓക്കെ, ബാക്കിൽ ബമ്പർ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു എലിമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ബ്രാബസിൻ്റെ ഈ ഒരു കേസാണ് വരുന്നത്. ഓക്കെ, ഇത് പല രീതിയിലും പലരും കസ്റ്റം ചെയ്യലുണ്ട്. ചിലർ കാർബൺ ഫൈബറിൽ ചെയ്യലുണ്ട്, ചിലത് നോർമലായിട്ട് വരുന്നുണ്ട്. ഇത് നോർമലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്മേൽ എന്താ പറയുക, ഇതിനൊരു കൃത്യമായ റേറ്റ് നമുക്ക് എന്താ പറയുക ആർക്കും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഇത് ഷോറൂമിന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു പ്രൈസ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും നല്ല എക്സ്പെൻസ് ആയിട്ടും ചെയ്യാം, ഏറ്റവും ലോ ആയിട്ടും ചെയ്യാം, നോർമലായിട്ടും ചെയ്യാം. പല രീതിയിലുള്ള ഓപ്ഷൻസുകളുണ്ട് കേട്ടോ. അതിൽ തന്നെ നമ്മൾ എന്താ പറയുക, ക്വാളിറ്റിയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ മാറി അതായത് പ്രൈസ് വിഷയത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസിൽ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറി സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ബാക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശാലമായൊരു സ്പേസ് തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അൽക്കാറ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അതിലുള്ള ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ താഴത്തും ചെയ്തിട്ടുണ്ടല്ലോ, ഇത് കണ്ടോ, 2 സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സീറ്റ് ഫിക്സ് ചെയ്യാം, പക്ഷേ നോർമലി ആരും ചെയ്യലില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഫ്രണ്ട് ആൻഡ് ഒരു 3 സീറ്റും ടോട്ടൽ 5 സീറ്ററാണ് ഇത് സെറ്റ് ചെയ്യൽ എന്നാണ് ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ഡിക്കി സ്പേസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ വരുന്നു. അതുപോലെ നമുക്ക് മേലെ വരുന്നത് ഒരു സ്പോയിലർ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എക്സ്ട്രാ കാർബൺ ഫൈബറിൽ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇതിൻ്റെ പല മെറ്റീരിയലും പല കോസ്റ്റായിട്ടാണ് വരുന്നത്. നമ്മൾ ഐഡിയക്ക് കസ്റ്റമൈസ് ചെയ്തതാണ്. അതുപോലെ ഈ സ്പോയിലറിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും ബ്രാബസിൻ്റെ ഒരു ഇത് കാണാം. മെർസിഡീസിൻ്റെ എന്താ പറയുക, ഫുള്ള് ഒഴിവാക്കി ഒരു ബ്രാബസ് കയറ്റിയിട്ടാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ലിപ്പിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, ഇവിടുത്തെ അറബികളൊക്കെ തലയിൽ കിട്ടുന്ന പോലത്തെ ഒരു ലിപ്പ് റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോൾ നമ്മളെ സക്കരിയ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സക്കരിയ, എങ്ങനെയുണ്ട് വണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്? വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് ഓടിക്കാതെ ഓടിച്ച് ലൈസൻസ് കിട്ടി ഫസ്റ്റ് വണ്ടി തന്നെ ഓടിക്കുന്നത് ആള് അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടി ആൾക്ക് കിട്ടിക്കുന്നു കേട്ടാ. നമ്മളൊക്കെ ഫസ്റ്റ് ഓടിച്ച വണ്ടി ചെറുകിട വണ്ടികളാണ്, പക്ഷെ ആൾക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് ഓടിച്ച വണ്ടി ഇതാണ് കേട്ടോ. അതൊക്കെയാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്ത്യയിൽ ഭാഗത്തേക്ക് വരാം. ബ്ലാക്കും റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്, ഒരു ഡിസൈനാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്താ പറയുക, അത് നമുക്ക് ഗ്ലാസിൻ്റെതും ലോക്കും കാര്യങ്ങളും ഇതൊക്കെ ഇതിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല, നോർമലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഡോർ ലോക്ക് കാണാം. അതുപോലെ ഒരുപാട് ഇതിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ തന്നെ ചെയ്തിട്ടുണ്ട്, അതുപോലെ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ അതേ മെറ്റീരിയൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈവൻ എന്താ പറയുക, ഇത് കണ്ടില്ല നിങ്ങൾ, മാറ്റ് അൽക്കന്താറ മെറ്റീരിയലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എന്താ അതിൻ്റെ ഒരു ഫിനിഷിങ്, ഒരു രക്ഷയില്ല. അതേപോലെ സ്റ്റാറിംഗ് വീല് നോക്കും. സ്റ്റാറിംഗ് വീല് ബെൻസിന്റെ ബ്രാബസിന്റെ എംബ്ലം അല്ല, പക്ഷെ ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യാത്തവരുണ്ട് കേട്ടോ. അത് ഇതന്നെ ചെയ്തിട്ടുള്ളത്, ബെൻസിന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. സ്റ്റാറിംഗ് വീലൊക്കെ നോർമൽ തന്നെയാണ് വരുന്നത്. ഇതിൽ കാർബൺ ഫൈബർ മിക്സ് ചെയ്തതും വരുന്നുണ്ട്, നോർമലും വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കാർബൺ ഫൈബർ അല്ല, നോർമൽ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഒരു മെർസിഡീസിന്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. എന്താ പറയുക, ആ ഒരു അതിൽ മാത്രം അത് ചെയ്തിട്ടുണ്ട്. മെർസിഡീസ് ബെൻസിന്റെ ഒരു ലോഗോ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ സീറ്റുകൾക്ക് വരുമ്പോഴും എന്താ പറയുക, ഒരു ബ്രാബസ് എഡിഷൻ ആട്ടോ. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ നമ്മൾ ഇന്റീരിയറിലുള്ള ഒരുപാട് സ്പേസുകൾ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം, AC, ചെറിയൊരു ഡിസ്പ്ലേ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹർമാൻ ഗാർഡൻ്റെ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാസഞ്ചർ സൈഡ് വരുമ്പോഴും എന്താ പറയുക, നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല എന്താ പറയുക, ഒരു അതിമനോഹരമായിട്ട് തന്നെ ഇതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്.
പിന്നെ നമ്മളെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ഒരു നോർമലാണ്. എനിക്കൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഒരു ചെയ്താണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, ഒരു സ്പേസ് നമുക്ക് ഇതിലൊരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ഇവിടുത്തെ സ്പേസും നമുക്കൊരു നോർമൽ വരുന്ന സ്പേസുകൾ കാര്യങ്ങൾ. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ സെപ്പറേറ്റ് ആക്കി ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് പാസഞ്ചർ സൈഡിലും ചെയ്തിട്ടുണ്ട്, അതേപോലെ ഡ്രൈവർ സൈഡിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പാസഞ്ചർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് അഡീഷണൽ ആയിട്ട് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താ സെക്യൂരിറ്റി ബാക്കിൽ ഇരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഈ താഴെ നമുക്ക് ഇവിടെ ഒരു AMGയുടെ ഇത് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ ഇത് ബ്രാബസിൻ്റെ ഇത് വരലുണ്ട്, അത് ഓരോ കസ്റ്റമർ അവരുടെ ഇഷ്ടത്തിനും ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയുക, ബാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, അത്ര അടിപൊളിയായിട്ട് 3 ബ്രാബസിൻ്റെ എംബ്ലം, 3 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 3 ആളുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഒരു നല്ല ഒരു തലയണ കവർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കല്ലേ, അതും ബ്രാബസിൻ്റെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്റീരിയറിൽ ഒരു ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്റീരിയറിൽ ഒരു വലിയ വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നല്ല അത്യാവശ്യം നോർമൽ. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ നോർമലാണ് വരുന്നത്. സീറ്റ് ബെഞ്ച് സിസ്റ്റം, പിന്നെ ഡോർ ഓപ്പൺ, സൈഡ് മിററിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയും എന്താ പറയുക, ഹർമാൻ ഗാർഡൻ്റെ സ്പീക്കർ താഴത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാബസ് എഡീഷനിൽ ഇന്റീരിയറിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അതിൻ്റെ എല്ലതും നമ്മൾ ശരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോകാം. അതുപോലെ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയായിട്ട് വരുന്നത്. ഡ്രൈവർ സീറ്റിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത് ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം. പിന്നെ ഞാൻ പറയുന്നത് അടിയിൽ ഓണാക്ക്. അപ്പോൾ നമ്മളിതിൽ വരുന്നത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല. പിന്നെ ബോയിൻ്റ് ഇത് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് സിസ്റ്റം തന്നെ ഉണ്ട്, ഓട്ടോമാറ്റിക് അടയുന്ന സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം, അതൊക്കെ ഇരുന്ന് കാണിച്ചു കൊടുത്താൽ AMGൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. ഇവിടെ ബ്രാബസിൻ്റെ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു എംബ്ലം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി എന്താ പറയുക, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇതിലാണ് വരുന്നത്. മെക്കാനിക്കൽ പരമായിട്ടുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളും എന്ത് ഷോറൂം പരമായിട്ട് എന്ത് വർക്കുകളുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത് ഏകദേശം 800 കേട്ടോ. 800 ഹോഴ്സ് പവർ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ഇല്ലേ, അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ട്? അപ്പോ എന്താ പറയാ, ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ ബ്രാബസിന്റെ വിശേഷങ്ങൾ. അപ്പം ഇതുപോലത്തെ അടുത്ത വീഡിയോ നമ്മൾ ഇനി വരുന്നതാണ്. അപ്പൊ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വണ്ടികളെ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വണ്ടി നമുക്ക് സെയിലിനുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മളെ ഫോർമാൻ വരുന്നത്. ഇത് നമ്മളെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ പത്തോ നമ്മൾ പറഞ്ഞു കൊടുത്താണ്, മുഹമ്മദ് ജാഹിദ്, ബംഗ്ലാദേശാണ് ആള് വരുന്നത്. അപ്പൊ ഇയാളാണ് ഇതിന്റെ ഫോർമാൻ കേട്ടാ, ഓൾ ഇൻ ഓൾ. आपका कितना ये आता है इधर ओमान में, कितना आउटलेट है इसका, ऐसा वाला गाड़ी बेचने वाला? दो आता है, लेकिन 2 शोरूम है. ये शायद छोटा शोरूम है. हाँ, ഇവർക്ക് വലിയൊരു ഷോറൂം നമ്മളെ മസ്കത്ത് മൊബൈലിൽ വരുന്നുണ്ട്. ഇവിടെ വരുന്നൊരു ചെറിയ ഷോറൂമാണ്. ഇപ്പൊ നമ്മൾ ഈ റിവ്യൂ ചെയ്തത് പിന്നെ ബർക്കലാട്ടാ. അപ്പൊ എന്തായാലും ടോപ്പ് ഗിയർ കമ്പനിയുടെ പേരാണ് ടോപ്പ് ഗിയർ വരുന്നത്, ടോപ്പ് ഗിയർ മോട്ടോഴ്സ് LLC. അപ്പൊ നമ്മൾ എന്തായാലും ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോ ഇട്ടിങ്ങി വരുന്നതാണ്. ഇവരഞ്ഞ് പുതിയ ഇതായി കഴിഞ്ഞാല് എല്ലാ എന്താ പറയാ സ്പെഷ്യൽ വണ്ടികളായിട്ട് എന്തായാലും നമ്മൾ വരുന്നതാണ്. അപ്പൊ എന്താ പറയാ, ഞങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകട്ടെ. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്റെ ലൈസൻസ് എക്സ്പയർ ആയതുകൊണ്ടാണ് ഞാനത് ഓടിക്കാത്തത്. അപ്പൊ നമ്മളെ ഫ്രണ്ടിന്റെ ജാതുവായി നമുക്ക് ഓടിക്കുന്നത് കേട്ടാ. അതിന്റെ ഉള്ളിൽ കയറി ഓടിച്ചാലാണ് ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും അടിപൊളിയാണ്. എന്തായാലും ഒരു രക്ഷയില്ല. എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിൽ. പിന്നെ ജക്കരിയാക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്താ പറയുക, ജക്കരിയ എന്താ പറയാ ആദ്യമായിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ആദ്യം ഓടിച്ച വണ്ടി കേട്ടാ. നമ്മൾ ഇതിന് മുമ്പ് വേറെ ഒരുപാട് വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ജാഹിദ് ഭായി താങ്ക് യു. ഓക്കെ.